കേരളത്തിൽ തുടർ ഭരണം ഉണ്ടാകുമെന്നാണ് CPM വിലയിരുത്തുന്നത്. MP ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം നമ്മൾ കാണുകയായിരുന്നു. 90-ലധികം സീറ്റുകൾ നേടി ഇടതുപക്ഷം അധികാരത്തിൽ വരും. സർക്കാരിന്റെ പ്രവർത്തനത്തിൽ ജനത്തിന് മതിപ്പുണ്ടെന്നും തുടർ ഭരണമാണ് ജനം ആഗ്രഹിക്കുന്നതെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞത്. UDFന്റെ അവകാശവാദം നടക്കാൻ പോകുന്നില്ല. BJP ഒറ്റ സീറ്റിലും ജയിക്കില്ല എന്നുകൂടി MP ഗോവിന്ദൻ പറഞ്ഞു വെക്കുകയാണ്. K സജീഷും ഹരിമോഹനുമാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. നമുക്ക് അതിനു മുൻപ് MP ഗോവിന്ദന്റെ പ്രതികരണം ഒന്നും കൂടി കേൾക്കാം. 90-ന്റെ മേലെ 100-ന് മുകളിൽ അത് രണ്ട് പ്രാവശ്യം അങ്ങനെയാണ്. 2021 തെരഞ്ഞെടുപ്പിൽ അതിനായിരുന്നു, 2016 തെരഞ്ഞെടുപ്പിൽ അതായിരുന്നു. 90-ൽ കൂടുതൽ സീറ്റ് നേടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നത്. ഇപ്രാവശ്യവും അതേപോലെ അധികാരത്തിൽ വരും. നടപ്പിലാക്കിയ നേട്ടങ്ങളും വർഗീയ സംഘർഷങ്ങളില്ലാത്ത സൗഹാർദ്ദപരമായ അന്തരീക്ഷം, മതനിരപേക്ഷത സൃഷ്ടിച്ച കേരളത്തിൻ്റെ പശ്ചാത്തലവും വളരെ വലിയ മതിപ്പോടുകൂടിയാണ് ജനങ്ങൾ വീക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ തുടരണമെന്ന കാഴ്ചപ്പാട് പൊതുവിൽ ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. K സജീഷും ഹരിമോഹനും ചേരുകയാണ്. ആദ്യം നമുക്ക് ഹരിമോഹനിലേക്ക് പോയാൽ, ഹരി, 90 സീറ്റിൽ കൂടുതൽ നേടുമെന്ന ആത്മവിശ്വാസത്തോടെ പറയുകയാണ് MP ഗോവിന്ദൻ. എന്താണ് CPMന്റെ വിലയിരുത്തലുകൾ? കണക്കുകളുടെ അടിസ്ഥാനം എന്താണ്? വിനിത, തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഇന്ന് കൂടിയ ആദ്യ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടു കൂടി തന്നെ 90 സീറ്റിലധികം നേടിക്കൊണ്ട് തുടർഭരണം ഉണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ കൂടിയായി വേണം അതിനെ പരിഗണിക്കാൻ. മാത്രമല്ല, എടുത്തു പറയുന്നത് 2016-ലെയും 2021-ലെയും വിജയത്തിൽ നിന്ന് ഒട്ടും പുറകോട്ട് പോകാതെ തന്നെയാണ് 90 സീറ്റുകൾക്ക് മുകളിൽ നേടിക്കൊണ്ട് ഇത്തവണ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം MP ഗോവിന്ദൻ പറയുന്നത്. മാത്രമല്ല, ഈ 90 സീറ്റ് എന്നുള്ള കണക്കിനെ കുറിച്ച് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ താൻ 90 എന്നുള്ളതല്ല പറഞ്ഞത്, 90-നും മുകളിൽ പോകും, അതൊരു പക്ഷേ 100-നും മുകളിൽ പോകും എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, സിറ്റിംഗ് MLA-മാർ ആരും തന്നെ പരാജയപ്പെടില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. മാത്രമല്ല, UDF ഏറ്റവും അധികം അവകാശവാദമായി ഉന്നയിച്ചുകൊണ്ടിരുന്ന ന്യൂനപക്ഷ ഏകീകരണം അത് കേരളത്തിലുടനീളം സംഭവിച്ചിട്ടില്ല. ഈ SIR-മായി ബന്ധപ്പെട്ടുകൊണ്ട് ചില എതിരഭിപ്രായങ്ങളുണ്ട്. SIR-നോടുള്ള സമീപനത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം സംഭവിച്ചുകൊണ്ട് അത് UDFന് അനുകൂലമായി വന്നിട്ടില്ല എന്ന് തന്നെയാണ് CPMന്റെ വിലയിരുത്തൽ എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന UDFന്റെ 100 സീറ്റ് അവകാശവാദത്തെ അടക്കം പരിഹസിച്ചുകൊണ്ട് മുൻകാലങ്ങളിൽ UDF നടത്തിയിട്ടുള്ള ചില പ്രചാരണങ്ങളൊക്കെ തന്നെ അദ്ദേഹം എടുത്തു പറയുന്നു. അതായത് മുൻപ് കഴിഞ്ഞ തവണ 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും സമാനമായ രീതിയിൽ UDF ചില കണക്കുകൂട്ടലുകളൊക്കെ നടത്തി, ചില പ്രചാരണങ്ങൾ നടത്തി. അന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി പദം പങ്കിട്ടെടുത്തു, ഒപ്പം തന്നെ മന്ത്രിസഭാ രൂപീകരണം വരെ നടത്തി എന്നുള്ള രീതിയിൽ പ്രചാരണങ്ങളൊക്കെ തന്നെ നടത്തി എന്നുള്ള നിലയിൽ പരിഹസിച്ചുകൊണ്ടുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. അതായത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടർഭരണം ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മണ്ഡലം കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റികളുടെയും ഒക്കെ തന്നെ വിലയിരുത്തലുകൾ വെച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കാത്ത സെക്രട്ടേറിയറ്റ് ആണെങ്കിലും ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആ കണക്കുകൾ വെച്ചുകൊണ്ടുള്ള പരിശോധനയിലാണ് ഈ തുടർഭരണം ഉറപ്പാണ് എന്നുള്ളത് കൂടി അദ്ദേഹം പറയുന്നു. ഒപ്പം അവസാനം പത്രസമ്മേളനത്തിന്റെ അവസാനം അദ്ദേഹം ചേർത്ത് വെച്ച ഒരു കാര്യം കൂടിയുണ്ട്. പിണറായി വിജയൻ തന്നെയാണ് മുഖം, അദ്ദേഹത്തിന്റെ മുഖം തന്നെയാണ് ഈ പ്രചാരണ കാലയളവിലൊക്കെ തന്നെ മുൻപിൽ വരേണ്ടത്. മാത്രമല്ല, പിണറായി തന്നെ വീണ്ടും വരണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പിന്നീട് തീരുമാനിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് തുടർഭരണം ലഭിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രി എന്നുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവർത്തിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ 90 സീറ്റുകൾ എന്നുള്ളതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, ചില വിവാദ സീറ്റുകൾ, അതായത് പാർട്ടി വിട്ടുപോയ G സുധാകരനെ പോലുള്ള കണ്ണൂരിലെ സീറ്റുകൾ പോലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞത്, പാർട്ടി വിട്ടുപോയ ഒരാൾ പോലും മത്സരിച്ച സീറ്റിൽ വിജയിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അമ്പലപ്പുഴയിൽ ഒന്നും തന്നെ G സുധാകരൻ ജയിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നുള്ളതാണ് MP ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചത്. അതായത് പാർട്ടി വിട്ടുപോയവർ ഒന്നും തന്നെ വിജയിച്ച് കയറില്ല എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു എന്നുള്ളത് കൂടി വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും പാർട്ടിയുടെ വിലയിരുത്തൽ തുടർഭരണം ഉറപ്പാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് എന്നുള്ളതാണ് വാർത്താ സമ്മേളനത്തിന്റെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും ചുരുക്കം എന്ന് പറയുന്നത്. വിനീത, ശരി, K സജീഷ് കൂടി ചേരുകയാണ്. സജീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പോളിംഗ് ശതമാനം കൂടിയത് അനുകൂലമെന്ന് UDF പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് MP ഗോവിന്ദൻ തറപ്പിച്ചു പറയുന്നുണ്ട്. മാത്രമല്ല, BJP ഒരു സീറ്റ് പോലും നേടില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ CPM വിലയിരുത്തുന്നത്. വിനീത, സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം പരിശോധിച്ചു കഴിഞ്ഞാൽ LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എന്ന് വ്യക്തമാകും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ 3ാം പിണറായി സർക്കാർ അധികാരത്തിലെത്താൻ പോകുന്നതെന്നാണ്. 90-ൽ കൂടുതൽ സീറ്റ്
നേടാൻ കഴിയും എന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല പ്രതിപക്ഷം കഴിഞ്ഞ തവണ 2021 ഇതേ രീതിയിൽ പോളിംഗ് നടന്ന ശേഷം സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്ന പ്രതിപക്ഷമാണ് നമുക്കുണ്ടായിരുന്നത്. പേഴ്സണൽ സ്റ്റാഫിനെ പോലും ചർച്ചകളിലൂടെ ആലോചിച്ച് തീരുമാനിച്ചവരാണ് പ്രതിപക്ഷം. ആ പ്രതിപക്ഷം പിന്നീട് വീണ്ടും പ്രതിപക്ഷത്തിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് അതൊന്നും കാര്യമാക്കേണ്ടതില്ല. അതായത് പ്രതിപക്ഷത്തെ അവകാശവാദങ്ങളെല്ലാം പൊള്ളയായും പരിഹസിക്കുകയും ചെയ്യുന്ന അദ്ദേഹം തുടർഭരണം ഉറപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ജില്ലാ സെക്രട്ടേറിയറ്റുകൾ നൽകിയ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരമായിരിക്കും ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ നിഗമനത്തിൽ എത്തിച്ചേർന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ നടന്ന ചർച്ചകൾ നമുക്ക് വ്യക്തമാണ്. പലയിടങ്ങളിലും ഒരുപക്ഷെ ഭൂരിപക്ഷം കുറയാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണത്തെ പല സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ പോലും കഷ്ടിച്ച് കടന്നുകൂടാൻ കഴിയാവുന്ന ഒരു തുടർഭരണ സാധ്യത ജില്ലാ സെക്രട്ടേറിയറ്റിൽ കണ്ടിരുന്നു. കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇടതു കോട്ടകളെ അറിയപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ തിരിച്ചടികൾ ഉണ്ടാകും. പക്ഷേ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാവുകയോ ഭരണ മാറ്റം ഉണ്ടാകുന്ന തരത്തിൽ ഒരു പോളിംഗോ അല്ല എന്നതാണ് ജില്ലാ സെക്രട്ടേറിയറ്റുകൾ നൽകിയ പൊതു വിശദീകരണം. ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ രീതിയിലൊരു വിശകലനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായ വർധനവ്, അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ ഒരു തരത്തും രേഖപ്പെടുത്താതെ, ഇതെല്ലാം തന്നെ SIR-മായി ബന്ധപ്പെട്ട ശേഷം ഉണ്ടായ പ്രത്യേക പ്രതിഭാസമാണ്. ആ പ്രതിഭാസം CPM-നെ സംബന്ധിച്ചിടത്തോളം LDF-നെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്തു എന്നൊരു പൊതുവിരുത്തൽ കൂടി സംസ്ഥാന സെക്രട്ടറിയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നിയമം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ന്യൂനപക്ഷ കേന്ദ്രീകരണം LDF-ന് അനുകൂലമായിട്ടുണ്ട്. മാത്രമല്ല അവിടെ വലിയ തോതിൽ BJP-യുടെ വോട്ടുകൾ ചേർക്കാതിരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പോൾ ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJP-ക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നൊരു ആത്മവിശ്വാസം CPM മുന്നോട്ട് വെക്കുന്നത് ഈ പോളിംഗ് ശതമാനത്തിൽ കണക്ക് വെച്ച് തന്നെയാണ്. സ്വാഭാവികമായിട്ടും UDF ഉണ്ടാകുന്ന തിരിച്ചടിയും അത് തന്നെയാണ് CPM വിലയിരുത്തുന്നത്. ഏതായാലും തുടർഭരണം ഉണ്ടാകും എന്നൊരു നിശ്ചയദാർഢ്യത്തോടെയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം അവസാനിക്കുന്നത്. ശരി, K സജീഷും ഹരിമോഹനും വിശദാംശങ്ങൾ നൽകുന്നു. ഏതായാലും തുടർഭരണം ഉണ്ടാകും, 90 സീറ്റുകളിൽ വിജയിക്കുമെന്നതാണ് CPM സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തലായി വരുന്നത്.